കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ദേ നമ്മളൊരു കുഞ്ഞു ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഈ കട്ടിങ് പീസസ് ഉണ്ടല്ലോ, ഈ നമ്മുടെ തുണിയുടെ കട്ടിങ് പീസസ് അതുണ്ടെങ്കിൽ ലേസിൻ്റെ കട്ടിങ് പീസ് അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക. നമ്മൾ ബോട്ടിൽ പെട്ടെന്ന് ചെയ്തെടുത്ത് ഭംഗിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ പീസാണ് ഇത്. നമ്മൾ ഈ തുണിയിലൊക്കെ കട്ട് ചെയ്ത് ബാക്കിയൊക്കെ വരുമല്ലോ, അങ്ങനെ കിട്ടിയ ഒരു പീസാണ് ഇത് കറക്റ്റ് ഒരു നെറ്റ് തുണിയാണ്. നെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര നെറ്റല്ല, എന്നാൽ നല്ല കട്ടിയുള്ള തുണിയുമാണ്. അപ്പോൾ ഇത് ബാക്കി വന്നതാണ്. അപ്പോൾ നമ്മൾ കട്ടിങ് പീസസ് ഈ ചെറുതായിട്ടുണ്ടെങ്കിൽ ചെറിയ പീസാണെങ്കിൽ ചെറിയ ബോട്ടിൽസൊക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഇതുപോലെ മൊത്തത്തിൽ ഫെവിക്കോൾ മതി കേട്ടോ, തുണിയൊക്കെ ഒട്ടാനായിട്ട് ഫെവിക്കോൾ മതി. എന്നിട്ട് നമ്മൾ ഈ ഉള്ള കുറച്ച് പീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് ആ കുപ്പി ഫുള്ളായിട്ട് അങ്ങോട്ട് ചുറ്റിയെടുക്കുകയാണ്. ഇതുപോലെ വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മതി, ഫെവിക്കോളിലോട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കണം. പിന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ആ ജോയിൻ്റ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് നല്ല എന്താ പറയുക, നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ വലിച്ചൊട്ടിക്കാൻ ശ്രമിക്കണം കേട്ടോ. തുണിയൊക്കെ ആണെങ്കിൽ ബോട്ടിൽ ഫുള്ള് വലിച്ചൊട്ടിക്കണം. എന്നിട്ട് മുകളിലോട്ട് ഞാൻ തുണി ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പീസ് നമുക്ക് മുകളിലോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറുത്ത വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. വൂളൻ ത്രെഡ് തന്നെ വേണമെന്നില്ല, സാധാരണ ജൂട്ട് ത്രെഡോ ഏത് വേണമെങ്കിലും. നമ്മൾ എടുക്കുന്ന തുണിയോ എന്താണോ കട്ടിങ് പീസ് ഏതൊക്കെയാണോ നോക്കിയിട്ട് അതനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റിയപ്പോഴാണ് എൻ്റെ ഈ വൂളൻ ത്രെഡ് തീർന്നു പോയി, കറുപ്പ് കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ ഞാൻ ഈ ഒരു പേപ്പർ ത്രെഡ് ചുറ്റി കൊടുത്തു. അത് ഡബിൾ കളറിലെ പേപ്പർ ത്രെഡ്. അപ്പോൾ കൂടുതൽ ഭംഗിയായി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു തുണിയിൽ നിന്നൊക്കെ പോകുമല്ലോ, കുട്ടികളുടെ ആയിക്കോട്ടെ, നമ്മുടെ ഷോള്, അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സൈഡിലത്തെ ലേസുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കട്ടിങ് പീസ്, അതൊക്കെ ലേസ് വേണമെന്നില്ല, നമ്മുടെ കട്ടിങ് പീസസ് തന്നെ ഭംഗിന്ന് കറുപ്പല്ലാതെ ഇപ്പോൾ കറുപ്പ് ഒട്ടിച്ചുകൊണ്ട് വേറൊരു കളർ എടുത്തിട്ട് താഴെ മുകളിലുമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലേസ് എനിക്ക് തന്നത് എൻ്റെ ഫ്ലാറ്റിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന ഫ്ലാറ്റിൽ ഒരു ആൻറ്റി ഉണ്ട്, ക്രാഫ്റ്റൊക്കെ ചെയ്യും ആൾ കുഷ്യനൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊക്കെ ലേസ് വെക്കാനായിട്ട് റോള് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ലേസാണ്, നല്ല പച്ച കളർ, ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കറുപ്പിന് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ ലേസ് വാങ്ങിക്കണമെന്നൊന്നുമില്ല, ശരിക്കും നമ്മുടെ തുണിയിൽ നിന്ന് തന്നെ കട്ടിങ് പീസ് തന്നെ ഒട്ടിച്ചാൽ തന്നെ നല്ല ഭംഗിയാവും. പക്ഷേ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. കറുപ്പിന് വേറൊരു കളർ തന്നെയാണ് ഭംഗി, കറുപ്പ് തന്നെ ഒട്ടിക്കരുത്. എന്നിട്ട് ഈ ഒരു കുഞ്ഞൻ കുപ്പി ഭംഗി കൂടുതൽ കൂട്ടാനായിട്ട് നമ്മൾ ചെറിയ ബട്ടൺസ്, ചെറിയ പേൾസൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു മുത്തെന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സ്റ്റിക്കിങ് നമ്മൾ ഈ എംബ്രോയ്ഡറി ബ്ലൗസിലൊക്കെ വെക്കില്ലേ, ഈ ഒരു സ്റ്റോൺസും എനിക്ക് ആൻറ്റിയാണ് തന്നത്. അത് തന്നെ ഞാനങ്ങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയായില്ലേ. അപ്പോൾ അത് കൂടുതൽ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു ബോട്ടിൽ കാണാൻ എന്താ ഭംഗി, ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നെറ്റും കൂടി ആകുമ്പോൾ ഇതിനുള്ളിൽ ലൈറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇത് പെയിൻറ്റ് ഒന്നും വേണ്ട, നമ്മൾ കളയുന്ന കട്ടിങ് പീസസ് മതി നമ്മുടെ കുപ്പി അടിപൊളിയാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Ta-da, bye-bye.